മുതലപ്പുഴയിൽ കലാപത്തിന് UDF ശ്രമിക്കരുതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമാധാന അന്തരീക്ഷമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പൊഴി മുറിക്കാൻ സർക്കാർ സജ്ജമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മണൽ നീക്കാനുള്ള ഡ്രഡ്ജർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. മുതലപ്പുഴയിലെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ അതിവേഗം നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് ചിറയൻകീഴ് MLA വി ശശിയുടെ ഓഫീസിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തിയത്. മുതലപ്പുഴയിൽ കലാപത്തിന് കോൺഗ്രസ് ശ്രമിക്കരുതെന്നും സമാധാനാന്തരീക്ഷമാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഒരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള സഹായം ആണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്. എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പാടില്ല എന്നും ഒരു കലാപ പ്രദേശമായി മാറണമെന്നുള്ള നിലപാടാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം മുതലപ്പുഴയിലെ മണൽ നീക്കാനുള്ള ഡ്രഡ്ജർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. അഴീക്കൽ തുറമുഖത്ത് ആഴം കൂട്ടാൻ 2015-ൽ 19 കോടി രൂപ മുടക്കി കൊണ്ടുവന്ന വിദേശ നിർമ്മിത ഡ്രഡ്ജറാണ് മുതലപ്പുഴയിൽ എത്തുക. മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശപ്രകാരമാണ് മുതലപ്പുഴയിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുന്നത്. മണൽമൂടി പൊഴിമുഖം അടഞ്ഞതോടെയാണ് പൊഴിമുറിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടങ്ങിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.